കഴിഞ്ഞ 3 യോഗങ്ങളിൽ അതിനെക്കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും അവരെല്ലാവരുടെയും സഹകരണത്തിൽ പ്രാർത്ഥിച്ചതിന് പ്രത്യേകം സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ച് വരുന്നതായ ചിന്താ വിഷയം ഒന്നൊന്ന് കോർത്തിണക്കി ഒന്ന് പരസ്പരം ബന്ധപ്പെട്ട് ചിന്തിക്കാൻ പോകുന്ന തരത്തിലാണ്. ആദ്യത്തെ രാത്രിയിൽ നാം ചിന്തിച്ചത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെന്താണ് അർത്ഥമാക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചത് നാം ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് ദൈവം അവസരം തന്നു. പിറ്റേ ദിവസം പകൽക്കാലം വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രായോഗികത എന്താണ്? ആശ്രയിക്കുക എന്നതാണ്. ലഭ്യമായതൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ എന്നെ സഹായിക്കാൻ പോകുന്നതല്ല. അവയൊക്കെ മാറി നിൽക്കുമ്പോൾ അവയ്ക്കൊന്നും സാധിക്കാത്ത പ്രത്യേക ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ കരം പിടിച്ചു നിർത്തി സഹായിക്കാൻ കഴിയുന്ന മരുത്തു യാത്രയിൽ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും വിധത്തിൽ നമ്മെ സഹായിക്കാൻ ശക്തിപ്പെടുത്താൻ നമ്മുടെ പ്രിയനെല്ലാം കൂടെയുണ്ട്. ഇന്ന് ആവശ്യം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമ്മുടേതായ ഒന്നും ഇല്ല. പിന്നെയോ ദൈവത്തിൻ്റെ കരുതലും കാവലും കരുണയും അതിൽ സമ്പൂർണമായി വിധേയപ്പെടുക, സമ്പൂർണമായി സമർപ്പിക്കുക. അതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ കരണീയമായിരിക്കുന്നത്. ഇന്നലെ നാം ഒരുമിച്ച് ചിന്തിച്ചു, വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന പ്രിയന്റെ യുണീക്നെസ്, അതുല്യത, ദ യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ശലോമോനിലും വലിയവനാണ്, യേശു യോനയിലും വലിയവനാണ്. അതിൻ്റെ ഒരുമാതിരി വിശദീകരണങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. പറഞ്ഞ് അവസാനിപ്പിച്ചത് ശേബാരാജ്ഞി, എത്യോപ്യ രാജ്ഞി ശലോമോന്റെ കീർത്തി കേട്ടിട്ട്, യഹോവയുടെ നാമം സംബന്ധിച്ച് കീർത്തി കേട്ടിട്ട് ദൂരെ നാട്ടിൽ നിന്ന് ശലോമോന്റെ ജ്ഞാനം കേൾക്കുന്നതിനും അരമന കാണുന്നതിനും സന്ദർശിക്കുന്നതിനുമായി എത്തിച്ചേർന്നു. അവർ പോകാൻ നേരത്തെ ചോദിച്ചതെല്ലാം അദ്ദേഹം കൊടുത്തു, ആഗ്രഹിച്ച് ചോദിച്ചത് കൊടുത്തു. അങ്ങനെ പ്രിയപ്പെട്ടവർ മടങ്ങിപ്പോവുകയാണ്. എന്നാൽ മനോഹരമായിരിക്കുന്ന ഒരു പരാമർശം ഇവിടെയുണ്ട്. അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ അരമനയും അവന്റെ വേലക്കാരെയും അവന്റെ ആലയത്തിലേക്കുള്ള എഴുന്നള്ളത്തും കണ്ടപ്പോൾ ശേബാരാജ്ഞി അമ്പരന്നുപോയി. ലോക ചരിത്രത്തിൽ ലോക മനുഷ്യരെ അമ്പരപ്പിക്കുന്ന ഒരു വലിയ സംഭവം, ഗ്ലോബൽ ഈവന്റ് അധികം താമസിക്കാതെ സംഭവിക്കാൻ പോകുന്നു. അത് നമ്മുടെ രക്ഷകനായിരിക്കുന്ന, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, നമ്മുടെ ചിരകാല സ്വപ്നമായിരിക്കും നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷപ്പെടും. തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ മക്കളെ തന്നരികിൽ ചേർക്കുവാൻ. അവിടെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ആ അവസാനിപ്പിച്ചെടുത്ത് ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അരുമനാഥനായ കർത്താവിനെ എതിരേൽക്കാൻ ഈ ഭൂമിയിലായിരിക്കുന്ന നാം ഒരുങ്ങിയിട്ടുണ്ടോ? ആരും റെഡി? അതാണ് ദൈവാത്മാവിന് ഇന്ന് ചോദിക്കാനായിട്ടുള്ളത്. ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. അച്ഛന് പറയാൻ അവകാശമില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ അവകാശമില്ല. ഇറ്റ്സ് എ ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ. അവരവർ അവരുടെ ഉള്ളിലേക്ക് നോക്കുക, അവരെ തന്നെ കണ്ടെത്തുക. മനസാക്ഷി കുറ്റം പറയാതിരിക്കട്ടെ. ആത്മീയ ജീവിത ആയോധനത്തിൽ വന്നെത്തിയ കുറവുകളെ സങ്കടപൂർവ്വം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മാപ്പിരുന്നുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തോടും പുതിയ പ്രതിഷ്ഠയോടും കൂടെ 2026 ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ തീരുമാനമെടുക്കുന്ന സമയമായി തീരണം ഇത്. അത് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഞാൻ ഈ മോനോട് പറഞ്ഞിരുന്നു, ഇന്നത്തെ ചിന്തയെ
സാധൂകരിക്കുന്ന ഒരു പാട്ട് തിരഞ്ഞെടുത്ത് പാടണം. അത് അദ്ദേഹം പാടി. നന്നായിരിക്കുന്നു, താങ്ക് യു. എന്നാൽ എനിക്ക് താല്പര്യമുണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒന്നുകൂടെ പാടണം. ഇപ്പോഴല്ല, വാക്യം വായിച്ച് പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് ഗായകസംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് കൈയടിച്ച്, നല്ല താളമുള്ള പാട്ടാണ്, കൈയടിച്ച് അത് പാടുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരുമിച്ച് നമ്മളെ ഒന്ന് ഒരുക്കുന്നതിനും നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാക്കുന്നതിനും ഏകാഗ്രമാക്കുന്നതിനും അത് പ്രയോജനമാണ്. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ. അവൾ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തെ ഏറ്റെടുത്തിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിക്ക്, അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കർണയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. 7-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. നാം ഇന്ന് ധ്യാനിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വാക്യമാണ്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാർണയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തിരുവചനം ശ്രദ്ധിക്കുന്നതിനുള്ള അവസരം ഒരുക്കി തന്നതിനാൽ സ്തുതിക്കുന്നു. സംഭവബഹുലമായിരിക്കുന്ന ലോകത്തിൽ ഒരു ദിനം കൂടെ ജീവിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിനാൽ തിരുമേനിയെ സ്തുതിക്കുന്നു. പല ഇടങ്ങളിൽ പല ജോലിത്തിരക്കിലൊക്കെ ആയിരുന്ന കുഞ്ഞുങ്ങൾക്ക് സാവകാശം കൊടുത്ത് ബദ്ധപ്പാടുകളുടെ നടുവിൽ അല്പസമയം വേറിട്ട് ആലയത്തിൽ വന്നിരുന്ന് തിരുവചനം ശ്രദ്ധിപ്പാൻ കൂട്ടിവരുത്തതിനാൽ തിരുമേനിയെ സ്തുതിക്കുന്നു. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് ചെയ്തതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇനി ചെയ്യാനുള്ളതും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ ഉലാവുന്ന പ്രിയന്റെ മഹത്വവും തേജസ്സും കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തീരുമാനിപ്പാൻ ഞങ്ങളുടെ മനസ്സിനെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രത നഷ്ടപ്പെടുന്നൊന്നും ഇവിടെ ഉണ്ടാവാൻ സമ്മതിക്കല്ലേ കർത്താവേ. പരിശുദ്ധാത്മാവേ, എല്ലാ കാര്യങ്ങളും അങ്ങ് നിയന്ത്രിച്ചു കൊള്ളണം. പാടുന്ന കുഞ്ഞുങ്ങൾക്ക് പാടാൻ കൃപ നൽകിയല്ലോ, തുടർന്നും നൽകണമേ. വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, ദയവുണ്ടായി കേൾക്കണമേ. നമുക്ക് ആ പാട്ട് എല്ലാവരും കൂടെ ചേർന്ന് പാടാം. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിരുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കരങ്ങളെ അടിച്ച് ആ പാട്ട് നമുക്ക് പാടാം. Amen.
കുഞ്ഞാട്ടിന്റെ കല്യാണം അടുത്തുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കുന്നതിനായി പ്രിയൻ വരുന്നു. മാർത്തോമാ സഭയുടെ പ്രത്യാശ, മാർത്തോമാ സഭയുടെ ഉറപ്പ്, സഭാജനങ്ങളുടെ ഉറപ്പ്, നമ്മുടെ പ്രത്യാശ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കാൻ പ്രിയനായിരിക്കുന്ന കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷപ്പെടാനായി. നമ്മുടെ പാട്ടുകൾ പലതും ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്, വേദപുസ്തകത്തിന്റെ ചിന്തയിൽ അധിഷ്ഠിതമാണ്. ഈ ഇന്ന് വായിച്ചതായിരിക്കുന്ന ദൈവവചനം അർത്ഥവത്തായി നമുക്ക് ഗ്രഹിക്കാൻ പോരുന്ന വിധത്തിലുള്ള ഒരു പാട്ടാണ് മാരാമൻ മഹായോഗത്തിൽ തെരഞ്ഞെടുത്തത്. ഇതിന്റെ അർത്ഥം സഭയുടെ വലിയ പ്രതീക്ഷയാണ്, സഭയുടെ പ്രത്യാശയാണ് പ്രിയന്റെ മടങ്ങി വരവ്. വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന കർത്താവിന്റെ മടങ്ങിവരവ് വരെയും അങ്ങനെ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. നിന്റെ മടങ്ങിവരവ് വരെയും ആ പ്രതീക്ഷയാണ്, ആ പ്രത്യാശയാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിനായിട്ട് സഭയ്ക്ക് പ്രേരണ നൽകുന്നു. പ്രിയന്റെ മടങ്ങിവരവ് വരെ ഞങ്ങളിത് ചെയ്യും. നിത്യാവിശ്വാസ പ്രമാണം നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വ്യക്തമായി ശക്തമായി പരാമർശിക്കുന്നുണ്ട്. എന്താണ്? ഇനിയും വരുവാനിരിക്കുന്നവരുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പീലാത്തോസിന്റെ നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച്, ക്രൂശിക്കപ്പെട്ട്, കഷ്ടത അനുഭവിച്ച്, മരിച്ചടക്കപ്പെട്ട്, വിരുദ്ധപ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവസാനമില്ലാത്ത രാജ്യത്തുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ തന്റെ മഹാപ്രഭാവത്തോടെ, അത് ഭയങ്കര, തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ ദിവസം വായിച്ചപ്പോൾ തമ്പുരാൻ ലോകത്തിലായിരുന്നപ്പോൾ പ്രഖ്യാപിച്ചതാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സഭയുടെ പ്രത്യാശ, സഭയായിരിക്കുന്നത് ആവടിയിലെ മാർത്തോമ ചർച്ച് ഇങ്ങനെ മാർത്തോമ ചർച്ചായിട്ട് ഇവിടെ നിലകൊള്ളുന്നതിന് പിന്നിൽ പ്രേരിപ്പിക്കുന്ന പ്രേരണാ ഘടകമിതാണ്, നമ്മുടെ രക്ഷകൻ പോയതുപോലെ മടങ്ങി വരും എന്നതാണ്. വെളിപ്പാട് പുസ്തകം നമ്മുടെ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ അവസാന പുസ്തകമായി ചേർത്തിരിക്കുന്ന ഒത്തിരി ഇതിന്റെ ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൂത് അവസാനിപ്പിക്കത്തില്ല. അതുകൊണ്ട് അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം അവന്റെ സാക്ഷ്യം നിമിത്തം പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടവനായ യോഹന്നാൻ ശ്ലീഹായിക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ജീവിച്ചിരുന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ആരാണെന്ന് ഈ ഭൂമി വെച്ച് കണ്ട ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അത് യോഹന്നാനാണ്. കർത്താവിന്റെ മാറിൽ ചാരി ആ സൗന്ദര്യം ആസ്വദിച്ചവൻ, ഈ ഭൂമിയിലെ പ്രിയന്റെ മഹത്വം ഉള്ളതുപോലെ കണ്ടവൻ, ആ മാറോട് ചാരി നടന്നവൻ, ആ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഉദ്ധിതനായ ക്രിസ്തു മഹിമയുടെ വലഭാഗെ എങ്ങനെയായിരിക്കുന്നു, അവന്റെ അതുല്യത, അവന്റെ ശ്രേഷ്ഠത എങ്ങനെയാണെന്ന് കാണാൻ ഭാഗ്യം ലഭിച്ചു. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ നോക്കിയപ്പോൾ 7 പൊൻനിലവിളക്കുകളിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയനായിരിക്കുന്ന കർത്താവിനെയും കാണാൻ ഈ ഭൂമിയിൽ കിടന്നുകൊണ്ട് യോഹന്നാന് ഭാഗ്യം ലഭിച്ചു. 12 പേരിൽ ഇദ്ദേഹത്തിന് മാത്രമേ ആ ഭാഗ്യം ലഭിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ തൂലിക ചലിച്ചപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് പ്രത്യാശ നൽകുന്ന പോരുന്ന തരത്തിലുള്ള മനോഹരമായ ചിന്തകൾ അദ്ദേഹം അതിനകത്ത് കുറിച്ചു വെച്ചിട്ടുണ്ട്. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു, ഭൂമിയിൽ ന്യായവിധി നടക്കുന്നു. അത് കഴിഞ്ഞ് സഭയെ വെളിയഴിക്കുവാൻ ഒരുമിച്ച് മണവാളനായ ക്രിസ്തുവുമായി ഈ ഭൂമിയിലേക്ക് ആഗതനാകുന്നതിനെ കുറിച്ച് മനോഹരമായിരിക്കുന്ന പരാമർശം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് സുന്ദരമായ തരത്തിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നിർമ്മല സത്യങ്ങളെ വെളിവാക്കുന്നതിന് വേണ്ടി, വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന രൂപക ഭാഷ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവും സഭയും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഉപമ ആണ് ഭാര്യ ഭർത്തൃ ബന്ധം. യെശയ്യാ പ്രവചനത്തിലും
ഹോശേയ പ്രവചനത്തിലും ഇത് മനോഹരമായ തരത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത്, അതുപോലെ ആയിരിക്കണം സഭ ദൈവത്തോട് കടപ്പെട്ടിരിക്കേണ്ടത്, സഭ കർത്താവിനോട് കടപ്പെട്ടിരിക്കേണ്ടത്. ഇത് മനോഹരമായി ആവിഷ്കരിക്കാൻ, മനോഹരമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉപമയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി അലിഗോറീസ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി മെറ്റഫേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ വലിയ സത്യങ്ങളെ, നിഗൂഢ സത്യങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രൂപത്തിലും ഭാവത്തിലും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആർക്കും മനസ്സിലാകുന്ന, ഏത് ദേശത്തുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ഉപമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കന്നയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവർക്ക് ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. സഭയും സഭയുടെ നാഥനായ ക്രിസ്തുവും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നിത്യത ആരംഭിക്കുന്നതിന്റെ ആദ്യത്തെ പടിയുടെ മനോഹരമായിരിക്കുന്ന ഒരു വിശദീകരണമാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്നാണ് ഈ രൂപക ഭാഷയിലൂടെ അർത്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 98 പ്രാവശ്യം കുഞ്ഞാടെന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പുതിയ നിയമത്തിൽ 29 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 29 പ്രാവശ്യത്തിൽ 27 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. കുഞ്ഞാടെന്ന പദം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ മനുഷ്യന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന അത് തന്നെയാണ്. എന്റെ വീണ്ടെടുപ്പുകാരനായ അരുമനാഥനെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ഈ പദം അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് അല്പമായി ധ്യാനിക്കാം. ആദ്യം കുഞ്ഞാടെന്നുള്ള അർത്ഥമാക്കുന്നത് എന്താണ്? യേശുവും മണവാട്ടിയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സുന്ദരമായിരിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കല്യാണത്തെ ഉദാഹരിച്ചുകൊണ്ടാണ്. ആരുടെ കല്യാണം എന്നാണ് ചേർത്തിരിക്കുന്നത്? കുഞ്ഞാടിന്റെ കല്യാണമാണ്. കുഞ്ഞാടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കുഞ്ഞാടെന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഞാൻ പറഞ്ഞു, യേശു കർത്താവിന് നിഴലായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കുഞ്ഞാടെന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ പുതിയ നിയമത്തിൽ ആദ്യമായി യേശുവിനെ കുഞ്ഞാടെന്ന് വ്യാഖ്യാനിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ ശുശ്രൂഷിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ കണ്ണിയായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ യേശു ഇങ്ങനെ നടന്നു വരുന്ന കണ്ടു. തന്റെ ശുശ്രൂഷയുടെ ആരംഭകാലമാണ്. നടന്നു വരുന്ന കണ്ടപ്പോൾ പരിചയമില്ലാത്ത ഒരു സമൂഹത്തോട്, യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ കുറിച്ച് മനസ്സിലാകാത്ത ഒരു സമൂഹത്തോട് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, കണ്ടോ, നിങ്ങൾ കണ്ടോ, ആ മനുഷ്യൻ ആരാ വരുന്നത് നിങ്ങൾക്കറിയാമോ? അവർക്കറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു, അവൻ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ ഇവരുടെ സഹോദരനായ തച്ചനാണ്. അവൻ മറിയയുടെ മകനാണ്, തച്ചന്റെ കുടുംബത്തിൽ പിറന്നതാണ്. കൊച്ചൊരു ചുറ്റിക വരകോല് കൊണ്ട് കൊച്ചുനാൾ തൊട്ട് പണിതവനാണ്. അവനൊരു സാധാരണ കുടുംബത്തിൽ പിറന്നവനാണ്, ഒരു മനുഷ്യനാണ്. ഞങ്ങളൊക്കെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെയാണ്. അവൻ അങ്ങനൊന്നും അവകാശപ്പെടാനില്ലാത്തവനാണ്. പക്ഷേ ആ വരുന്ന വ്യക്തിത്വത്തിന്റെ നിസ്തുലത ഗ്രഹിച്ച ഒരുവനാണ് ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ കണ്ണി, സ്ത്രീകൾ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാ വരുന്നു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അർത്ഥമുള്ള പദങ്ങളാണത്. ദാ വരുന്നവൻ ആരെന്നറിയുമോ? അവൻ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിനായി ലോകത്തിലേക്ക് ദൈവം അയച്ച ഒരു മനുഷ്യനാണ്. ദൈവമായി വന്ന മനുഷ്യനാണ് അവൻ. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഇതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണേ. എന്തുകൊണ്ടാണ് യേശുവിനെ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് മഹാപാപ പരിഹാര ദിവസം നടക്കുന്ന യാഗത്തെക്കുറിച്ച് പഠിക്കണം. അത് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. യോം കിപ്പൂർ ഇന്നും അവര് ഭക്തിനിർഭരമായി ആചരിക്കുന്ന ഉത്സവമാണ്. ആ ഉത്സവത്തിൽ അന്ന് ചെയ്യേണ്ടതായിരിക്കുന്ന പ്രക്രിയകളെ കുറിച്ച് മനോഹരമായിരിക്കുന്ന പരാമർശമുണ്ട്. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ
അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ പോവുകയാണ്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ മഹാപൗരോഹിത്യ വസ്ത്രമൊക്കെ ഊരി വെച്ച് സാധാരണ പുരോഹിതന്റെ വസ്ത്രം, പഞ്ഞിനൂറ് കൊണ്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് തന്റെ പാപത്തിനു വേണ്ടും ജനത്തിന്റെ പാപത്തിനു വേണ്ടിയും കാളയും ആട്ടുകൊറ്റന്മാരെയും കൊണ്ടുവരണം. തന്റെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ശേഷം 2 ആട്ടുകൊറ്റന്മാരെ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കൽ നിന്ന് അവർ കൊണ്ടുവന്ന് ദൈവസ്ഥലിൽ നിർത്തിയിരിക്കുക. എന്നിട്ട് അതിന് ചീട്ടിടും. ചീട്ടിടുന്നതിൽ ഒന്ന് ദൈവത്തിന്, മറ്റൊന്ന് അസസ്സേലിന്. ഈ അസസ്സേലിന് എന്നതിന് ശരിയായിരിക്കുന്ന ഒരു വ്യാഖ്യാനം നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജി നമ്മുടെ ഇടയിൽപ്പെട്ട് നമ്മുടെ കൊച്ചമ്മയോട് ചോദിച്ചാൽ മതി എന്താണ് അതിന്റെ അർത്ഥം. അസസ്സേലിന് എന്നതിന്റെ അർത്ഥം പാപം ചുമന്നുകൊണ്ട്, അതായത് ഇസ്രായേൽ ജനത്തിന്റെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് പോവുകയും പിന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു 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 അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പാപം മായ്ക്കപ്പെട്ടു പോകുന്നു, ചുമന്നുകൊണ്ട് പോകും, പിന്നെ കാണില്ല. അങ്ങനെ നിഴലായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് മഹാപാപപരിഹാര ദിവസം നിർവഹിക്കപ്പെടുന്നത്. അസസ്സേലിന് ചീട്ട് വീണിരിക്കുന്ന ആട്ടുകൊറ്റനോടെ നിർത്തിയിട്ട് ദൈവത്തിനുള്ള ആട്ടുകൊറ്റനെ യാഗം കഴിച്ച് ആ യാഗരക്തം കയ്യിൽ ഒരു ബൗളിൽ കളക്ട് ചെയ്ത് ഒരു കയ്യിൽ ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടുമായി മഹാപുരോഹിതനകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് ഇടയ്ക്കൊരു ചങ്ങല കെട്ടിയിരിക്കും. എന്തിനാണെന്നറിയാമോ? ആർക്കും അവിടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. അബദ്ധവശാൽ പാപം ചെയ്താൽ അവിടെ വീണ് മരിക്കും. വീണ് മരിച്ചാൽ വലിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് ചങ്ങല ഇട്ടുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, ഇസ്രായേലിന്റെ മഹാപുരോഹിതന്മാരുടെ ചരിത്രത്തിൽ ഒരു മഹാപുരോഹിതനും അങ്ങനെ സംഭവിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രകാരന്മാർ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അതിനിഷ്ഠയോടെ നോറ്റിരുന്ന് വളരെ ഭക്തിയോടെ വേർതിരിച്ച് പ്രത്യേക നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന കർമ്മമാണത്. അവിടെ ചെന്ന് ഈ സോപ്പ് ചെടിയുടെ ആ ബ്രഷിൽ കിണ്ണത്തിൽ രക്തത്തിൽ മുക്കിയിട്ട് ഈ ത്രോണോസിൽ തളിക്കും. കൃപാസനത്തിൽ തളിച്ചിട്ട് ഇടങ്ങി വന്ന് മഹാപുരോഹിതൻ ബാക്കിയുള്ള രക്തം യാഗപീഠത്തിൽ ചുവട്ടിൽ ഒഴിച്ച ശേഷം അസസ്സേലിന് ചീട്ട് വീണിരിക്കുന്ന ആട്ടുകൊറ്റൻ അവിടെ നിൽപ്പുണ്ട്. ആ ആട്ടുകൊറ്റന്റെ തലയിൽ ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപവും ആവഹിച്ച് കൈവച്ച് പാപം ചുമത്തും. ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപങ്ങളും ഈ അസസ്സേലിന് ചീട്ട് വീണിരിക്കുന്ന ആട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തിയിട്ട് പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന ഒരാൾവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കും. മരുഭൂമിയിലേക്ക് ഈ ആട്ടുകൊറ്റനെ അയച്ചു കഴിയുമ്പോൾ യാഗപീഠത്തിന്റെ കൊമ്പിൽ ഒരു ചുവന്ന റിബൺ കിട്ടും. ആ കൊണ്ടുപോകുന്ന മനുഷ്യൻ 3 ദിവസത്തെ വഴി അപ്പുറം ചെന്നിട്ട് കടുന്തൂക്കായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ആട്ടുകൊറ്റനെ തള്ളിയിട്ട് കഴിയുമ്പോൾ ഈ കെട്ടിയിരിക്കുന്ന ഈ ചുവന്ന റിബൺ വെള്ളയായിത്തീരും. അവരുടെ ഒരു കണ്ടെത്തലാണ്, വെള്ളയായിത്തീരും. അവസാനം യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണം വരെ അത് സംഭവിച്ചു. യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തോടുകൂടെ ആ ചുവന്ന റിബൺ കിട്ടുന്നതും അത് വൈറ്റാകാൻ നിർത്തി. കാരണം അവന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ്. മനുഷ്യൻ കൊടുത്തിരിക്കുന്ന ആട്ടുകൊറ്റന്റെ യാഗം ഇനി ആവശ്യമില്ല. പിന്നെയോ ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന കുഞ്ഞാടിന്റെ യാഗമാണ്. യേശു ലോകത്തിൽ വന്നതിനു വേണ്ടിയാണ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം യാഗമായി തീരുന്നതിന് വേണ്ടിയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായമാണ് നാം സാധാരണഗതിയിൽ വെള്ളിയാഴ്ചത്തെ 1-ാമത്തെ പാഠം. 53-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കാണാതെ പറയുന്നവർക്ക് സമ്മാനം. നോക്കി പറഞ്ഞാൽ കിട്ടുകയില്ല. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്റെ സ്വന്തം പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മേൽ. അത് യേശു അവതരിക്കുന്നതിന് ജനിക്കുന്നതിന് 600 വർഷം മുൻപ് പ്രവാചകൻ ആത്മപ്രചോദിതമായി പ്രവചിച്ചതാണ്. യഹോവ സകല അകൃത്യവും സകല മാനവരുടെ അകൃത്യവും അവന്റെ മേൽ ചുമത്തി. അതാണ് നിഴലായിട്ട് മഹാപുരോഹിതൻ ഈ ആട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തിയിരിക്കുന്നത്. അത് ചുമന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നത് ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ
അത് കണ്ടിട്ട് അതിന്റെ സാക്ഷാത്കാരം എന്നോണം, അതിന്റെ പൂർത്തീകരണം എന്നോണം ഇതാ കന്യക മറിയാമിൽ ജനിച്ച് ജഡം ധരിച്ച് ദൈവമായി ദൈവമായി വന്നിരിക്കുന്ന ഹരിവനാഥനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ കണ്ണിയായിരിക്കുന്ന മഹാപുരോഹിതന്റെ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാം അവൻ ആരാണെന്ന്. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഈ ആകെ സമയത്ത് ഇത് നടത്തുമ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ ഈ അസസ്സലിന് വേണ്ടി ചീട്ടിട്ടിരിക്കുന്ന ആട്ടുകോട്ടന്റെ തലയിൽ കൈവെക്കുന്നത് ആരുടെ പാപം ചുമത്താനായിട്ടാണ്? ഇസ്രായേൽ ജനത്തിന്റെ പാപം ചുമത്താനായിട്ടാണ്, അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ പാപം ചുമത്തിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു യേശുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തോടുകൂടെ. എന്നിട്ട് അതിനൊരു പുതിയ വ്യാഖ്യാനം എടുക്കുകയാണ് യോഹന്നാൻ സ്നാപകൻ. അവൻ ഇസ്രായേൽ ജനത്തിന്റെ പാപം ചുമക്കുക മാത്രമല്ല, പിന്നെയോ സകല ലോകത്തിന്റെയും പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരണമായിരുന്നു. ഇസ്രായേൽ ജനം ആട്ടുകൊറ്റന്മാരെ കൊണ്ടുവരണം. എന്തിന്? യാഗം കഴിക്കാനൊന്നും ചുമന്നുകൊണ്ട് പോകാൻ മറ്റൊന്നും. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിച്ചു. നമ്മുടെ അരുമനാഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ അവൻ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചുമക്കുന്നതിനും യാഗമാകുന്നതിനും വന്ന ദൈവമയച്ച കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മറ്റേത് മനുഷ്യരാ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞാടുകൾ, പക്ഷെ ഒറ്റ കുഞ്ഞാടേ ഉള്ളൂ. അതാണ് യോഹന്നാൻ വിരൽ പറയുന്നത്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിൽ ഈ യാഗം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ വർഷവും ഇത് ആവർത്തിക്കണമായിരുന്നു. എന്നാൽ ഈ കുഞ്ഞാടിന്റെ യാഗം ഒരിക്കലും ആവർത്തിക്കാൻ പറ്റാത്തൊരു യാഗമാണ്. അത് പരമയാഗമാണ്, എന്നേക്കുമുള്ളൊരു യാഗമാണ്. എബ്രായരുടെ കർത്താവ് മനസ്സിലായി. എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായരുടെ കർത്താവ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എബ്രായരുടെ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറയാം. ഇതോ നോക്കിയിട്ട് പറഞ്ഞാൽ ലീലാമേ മാർക്ക് കിട്ടത്തില്ല, സമ്മാനം കിട്ടത്തില്ല, നാട്ടുകാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടത്തില്ല, പച്ചമ്മയ്ക്കും കിട്ടത്തില്ല, ആർക്കും കിട്ടത്തില്ല. തുടങ്ങിത്തരാം, നോക്കണ്ട, തുടങ്ങിത്തന്നെ പറഞ്ഞാൽ മതി. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനെ വന്നിട്ട് കൈപ്പണിയല്ലാത്തത് എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയ കൂടാരത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്താൽ, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധമന്ദിരത്തിലേക്ക് പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. എന്തിനാ എന്നെ കുറിച്ച് നോക്കുന്നേ? ഇതല്ലേ നമ്മുടെ പണി. സീരിയാസിന്റെ സെക്രട്ടറി ഇതൊക്കെ പഠിക്കണം. ഇതിനൊക്കെ ആട്ടുകൊറ്റന്മാരുടെ പശുക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ടവൻ തളിക്കുന്ന പശുഭസ്മവും ചെടിയെ ശുദ്ധി വരുത്തുന്നെങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണോ മോളെ? ആണോ? മോള് നോക്കി. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. നിർണത്തുനിന്ന് വന്ന ചുരുത്തൽ ഏതാണ്ട് വിളിച്ചു പറഞ്ഞു പോയെന്ന് പറയില്ല. 9-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്നാ വായിച്ചു. മോള് വായിക്കും. വായിച്ചു. കൈപ്പിടിയല്ലാത്തതായി ഉൾപ്പെടാത്തതായി തികവ് നേറിയ വായിച്ചു. സ്വന്തം രക്തം ഒരിക്കലായിട്ട് പ്രവേശിച്ചു. ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. മറ്റേത് കൂടെയുള്ള വീണ്ടെടുപ്പായിരുന്നു. പക്ഷേ ക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗം എന്ത് സംഭവിച്ചു? എന്നേക്കുമുള്ള ഒരു യാഗം, എന്നേക്കുമുള്ള എറ്റേണൽ റിഡംപ്ഷൻ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പേരിലെ വീണ്ടെടുപ്പിനെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നു. അത് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പാണ്. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തവും ഭസ്മവും നിത്യാത്മാവിനാൽ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. യേശുവിന്റെ കാൽവരിയിലെ രക്തം
നമ്മുടെ മനസ്സാക്ഷിയുടെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ്. പഴയ നിയമത്തിലെ ആവർത്തിച്ചുള്ള യാഗത്തിന് സാധിക്കാത്തതിനെ ക്രിസ്തുവാകുന്ന യേശുവിന്റെ രക്തത്തിലൂടെ, യേശുവിന്റെ കൽവറിയിലെ യാഗത്തിലൂടെ ദൈവം സാധിച്ചു തന്നു. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ്, എറ്റേണൽ റിഡംപ്ഷൻ സാധിപ്പിച്ചു തന്നു. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ആ എറ്റേണൽ റിഡംപ്ഷൻ എനിക്ക് വേണ്ടി സാധിച്ചു തരാൻ ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന പദമാണ് കുഞ്ഞാട്. മനസ്സിലായോ? കുഞ്ഞാടിന്റെ കല്യാണം വന്നെന്ന് പറഞ്ഞപ്പോൾ ആരുടെ കാര്യമാണ് പറഞ്ഞത്? യേശു കർത്താവിന്റെ കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? യെശയ്യാ പറഞ്ഞു, എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചുമത്തി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ജനിക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. കന്യകാജനനത്തെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തവനാണ് യെശയ്യാ പ്രവാചകൻ. അതേ പ്രവാചകൻ പറഞ്ഞു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്റെ അകൃത്യം ഞാൻ ജനിക്കുന്നതിന് മുൻപേ അവന്റെ മേൽ ചുമത്തി. അവൻ അതുകൊണ്ട് ക്രൂശിൽ കയറി. He has taken all the pain and penalty of sin upon himself and died on the cross for my sin to set me free from the wretched sinful condition, from the bondage of sin. Hallelujah. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ കൂടി ഇരിക്കുന്നത് എന്നാ എന്റെ വിചാരം. ആണോ? ഗായസംഘങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? Yes, I am saved by the grace of God. എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. By the blood of the Jesus Christ I am saved. നമ്മൾ അതുകൊണ്ടല്ലേ പാടുന്നത്, ശുദ്ധിക്കായി അല്ലേ? പിന്നെ പാടുന്നത് എന്താണ്? കുഞ്ഞാട്ടിന്റെ ശുദ്ധനായി. ഇങ്ങനെ പറഞ്ഞാലേ, ഇങ്ങനെ പാടിയാലേ പ്രസംഗം തീരത്തില്ല. അപ്പൊ കുഞ്ഞാട് മനസ്സിലായല്ലോ? കുഞ്ഞാട് ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ കല്യാണം കഴിക്കണേ, മണവാട്ടി വേണ്ടേ? വേണ്ടായോ? വേണം. മണവാട്ടി ആരാ? 2 Corinthians 11 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. കാണാത്ത പറയുന്നവർക്ക് സമ്മാനം ഉറപ്പാണ്. രണ്ട് Corinthians 11 അധ്യായത്തിന്റെ 2-ാം വാക്യം. വായിച്ചു. ദൈവത്തിന്റെ എരിയുന്നു ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ ഫ്രേസ് കണ്ടോ? നിങ്ങളെ എങ്ങനെ ഏൽപ്പിക്കാനായിട്ടത് വിവാഹം ചെയ്തിരിക്കുന്നത്? നിർമ്മല കന്യക. 2 പദമാണ്. നിർമ്മലയുമാണ്, നമ്മുടെ നിർമ്മലയല്ല, ഏതായാലും ഇവിടുത്തെ നിർമ്മലയല്ല. നിർമ്മല, നിർമ്മല അറ്റ് ദ സെയിം ടൈം. ഈ കന്യക തന്നെ നിർമ്മല ആയിരിക്കണമല്ലോ, ആണല്ലോ. അപ്പൊ ഒരു കാര്യം ദൈവത്തിന് അറിയാം, നിർമ്മല അല്ലാത്ത കന്യക ഉണ്ടെന്ന്. അതുകൊണ്ടാ നിർമ്മലയായിരിക്കണം, കന്യകയുമായിരിക്കണം. നിർമ്മല കന്യകയായി ആരെ? സഭയെ അരുമനാഥനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി, കുഞ്ഞാടാകുന്ന യേശുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. അല്ലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞിട്ടുണ്ടോ? എവിടെ വെച്ചാ എൻഗേജ്മെന്റ് കഴിഞ്ഞേ? എനിക്ക് മനസ്സിലായി. എവിടെ വെച്ചാ? പുരുഷനെ ചൂണ്ടിട്ട് മറുപടി പറ. പരിപാടി തീരും, ഞാൻ ഉൾക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എന്താ ചെയ്തിട്ടുള്ളൂ? വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയം നടന്ന സ്ഥലമാണ്. കുരിശിന്റെ ചുവട്ടിൽ വെച്ച് അങ്ങോട്ട് എന്ന് പറഞ്ഞു, Dear Lord Jesus, you have died on the cross for my sin. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നീ ക്രൂശിൽ മരിച്ചു. I do believe it, I accept it, admit it, I am a sinner, forgive my sin. അങ്ങനെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ക്ഷമിച്ചത് നമ്മളെ ദൈവമൈനരാക്കി തീർത്തിരിക്കുന്നു. എൻഗേജ്മെന്റ് നടന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ കാന്തയാരാണ്? സഭ. കാന്തനാരാണ്? കർത്താവ്. മനസ്സിലായോ? ആദ്യത്തെ നോട്ട് മനസ്സിലായല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ.
ഇനി അടുത്തത്, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവർക്ക് ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കാന്ത ഈ ഭൂമി ജീവിക്കുക, കാന്ത ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവം ഇതിലാണ്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവം ഇതിലാണ്, ബോണ്ടേജ് ഓഫ് സിനിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്, പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലാണ്. പക്ഷേ ജീവിക്കുന്നത് ഈ പാപ പങ്കിലമായിരിക്കുന്ന ലോകത്തിലാണ്. പാപത്തിന്റെ ആ ശക്തിയിൽ വഴുതി വീഴാൻ സാധ്യതയുള്ളിരിക്കുന്ന ലോകത്തിലാണ്. അതുകൊണ്ട് കാന്തനായ പ്രിയ കർത്താവ് പറയുകയാണ്, എന്റെ അരുമനാഥൻ പറയുകയാണ്, ഭൂമിയിൽ ജീവിക്കുന്ന നീ രണ്ട് ക്വാളിറ്റി പറയുന്നു. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? സഭ എന്തായിരിക്കണം? ശുദ്ധയും ശുഭ്രമായിരിക്കുന്ന വിശേഷം വസ്ത്രം ധരിക്കണം. അർത്ഥം ഞാൻ ഇതിന് പറയാം. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? മണവാട്ടി ധരിക്കേണ്ട വസ്ത്രം മണവാളൻ നിഷ്കർഷിക്കുക. മണവാളൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു സഭയെ ചേർക്കാൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാന്ത എന്ത് ധരിക്കണം? അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ. അതില്ലാത്തവരെ വെളിയിലിരിക്കുന്നല്ലേ? അതില്ലാത്തവരെ വെളിയിലിരിക്കാനാവില്ല, കൂടെ പോകാനാവില്ല എന്ന് വിവക്ഷ. പക്ഷേ ഈ മണവാളൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? മണവാളൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ഡിഗ്നിറ്റിക്ക് തുല്യമാണ് മണവാട്ടിന്റെ വസ്ത്രം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, അറിയാവുന്നതാണ്. പെൺകൊച്ചിന്റെ കല്യാണമൊക്കെ ആലോചിക്കുമ്പം എൻഗേജ്മെന്റിന് കഴിയുന്നതിന് മുമ്പേ തീരുമാനിക്കും. ആണാപ്പച്ചും പറയും ഓടി മതി, ഓടിക്കാനല്ല, എന്താ വേണം? ഓടി. എന്താ ഓടി? കേട്ടിട്ടില്ലേ? ഈ പട്ടമുള്ള ആ സാധനം അത് തന്നെ. അത് തന്നെ സാറേ ഉണ്ടോ? സാറിനുണ്ടോ? അത് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂട്ടുകാരെ ഇതിലൊക്കെ കയറിയിട്ടുണ്ട്, ഈ വലിയ വലിയ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അവരൊക്കെ ഞാൻ വെളിയിലൊക്കെ ചെല്ലുന്നുണ്ട്, അവരെന്നെ കെട്ടിക്കൊണ്ട് പോകുന്നു. സർക്കിളുള്ള സാധനം. അതെ, എത്ര സർക്കാന്ന് എനിക്കറിയാം. വിവരമുള്ളവരുടെ ഉണ്ട്. മൂന്ന് സർക്കിളുള്ള വണ്ടി. ആ നാല്, എന്നാ നാല് പിള്ളേർ, പെൺപിള്ളേർ പറഞ്ഞ് 3, ആൺകുട്ടികൾ പറഞ്ഞ് 4. ഓട്ടാൻ പോവാ. ഏതാ ശരി? 4. ഇതൊക്കെ അതിന് വിയോജിപ്പുണ്ടോ സാറേ? സാറ് എമ്മാറത്തിലൊക്കെ ആയിരിക്കും അറിയാമല്ലോ. അത് തീരുമാനിച്ചു. നമ്മുടെ വീട്ടിലൊന്നും ഇല്ല ആ പഴയ ഇല്ലാവുള്ളേ. പക്ഷെ കൊച്ചിനെ കൊണ്ടുപോകുന്ന അതിനകത്താണ് ഓടി. അന്നേരം എൻഗേജ്മെന്റ് വന്ന ഉടനെ ഈ ആംഗ്ലപ്പച്ചൻ ചെന്ന് ഈ ചെക്കനോട് അളിയോട് പറയുക, അളിയ എന്റെ പെങ്ങൾ വരുന്ന ഓടിയിലായിരിക്കണം, പറയാൻ പാടില്ല നീ കേട്ടോ. അപ്പൊ അവള് വരുന്ന അതേ സ്റ്റാറ്റസിന് പറ്റിയത് ഒന്നീ ഓടി അല്ലെങ്കിൽ ബെൻസ്. നീ കണ്ടുവെച്ചോ കേട്ടോ, എന്താ വേണം? അവൻ ഇപ്പോഴേ കണ്ടുവെച്ചോണ്ടിരിക്കുക. നീ ധൃതി കൂട്ടുന്ന സമയമൊന്നും ആയിട്ടില്ല. അച്ഛനെ വിളിക്കണേ, എന്നെ വിളിക്കണ്ട. ആ പെങ്കൊച്ചിന്റെ വാഹനത്തിന്റെ അതേ സ്റ്റാറ്റസ് പറയാൻ പാടില്ല അല്ലേ? ഒരു പക്ഷേ അവന്റെ വീട്ടിൽ ഒന്നും കാണുന്നില്ലായിരിക്കും, ഇയാളൊന്നും കാണുന്നില്ല. എന്നാലും വരുന്ന വരവ് കാണുന്നല്ലേ? അതാണ് ഡിഗ്നിറ്റി. മണവാളന്റെ ഡിഗ്നിറ്റി അറിഞ്ഞിട്ട് വേണം മണവാട്ടി ഡിഗ്നിറ്റി കാണാൻ. മണവാട്ടി ധരിക്കേണ്ട വസ്ത്രം എന്നാണ്? ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ. ആർക്ക് കിട്ടി? മണവാട്ടിയാകുന്ന സഭയ്ക്ക് കിട്ടി. ഒരു കാര്യം കേട്ടോണ്ടിരിക്കുന്നു, നമ്മൾ വിചാരിച്ചോണം, നമ്മൾ ചിന്തിച്ചോണം, ഈ വസ്ത്രം ഞാൻ ധരിച്ചിട്ടുണ്ടോ? ധരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കുന്ന രാത്രിയാണ്. മണവാളന്റെ വസ്ത്രം ഈ പുസ്തകം പരാമർശിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് വായിക്കുന്നത്? എല്ലാ ചാൻസ് നിങ്ങൾക്ക് തന്നാൽ പറ്റുമോ? ഈ സഹോദരന്മാരോ ഒരാൾ വായിക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ എളുപ്പം വായിച്ചാൽ. വേഗത്തിൽ സംഭവിക്കാനുള്ളത്
വാക്യം? 12 വാക്യം. ഒന്നാമത്തെ വാക്യം 1 മുതലല്ല വായിക്കേണ്ട, അത് ഞാനിവിടെ നിൽക്കേണ്ടി വരും. അത് തന്നെ, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് അവിടുത്തെ വാക്യമുണ്ടോ? എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾപ്പാനല്ല, പിന്നെ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ. എവിടാ കിടക്കുന്നേ അദ്ദേഹം? അറ്റ്മോസ്ഫിയറിലാണ് കിടക്കുന്നേ. കഴിക്കാനൊന്നും കിട്ടത്തില്ല. രാത്രിയിലും പകലും നിദ്രാവിഹീനങ്ങളാണ്. വിജനമായിരിക്കുന്ന ഐലൻഡാണ്. രാത്രിയിൽ ഉറങ്ങിയാൽ പാമ്പിന്റെ കടിയേക്കും. അതുകൊണ്ട് പാമ്പിനെ ഓടിക്കണമെങ്കിൽ രാത്രി ഉറങ്ങുന്നത്. പകൽ ഉറങ്ങാൻ പാടില്ല, കാരണം കഴുകൻ വന്ന് മനുഷ്യന്റെ കണ്ണ് കൊത്തിപ്പറിക്കും. രാത്രിയും പകലും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഭൃത്യന് നിദ്രാവിഹീനങ്ങളാണ്. ഇത് വെറുതെയല്ല, പ്രിയന് വേണ്ടി ഈ ലോകത്തിൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പ്രിയന് വേണ്ടി ഈ ലോകത്തിൽ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ചവരെല്ലാം ത്യാഗത്തിന്റെ ബന്ധാവിനോട് ചരിച്ചവരാണ്. സ്തോത്രം. നിത്യത അവർക്കുള്ളതാ. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയൻ പറഞ്ഞതും അങ്ങനെയാണ്. എന്റെ പിന്നാലെ വന്നാൽ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾപ്പാനല്ല, കാണാൻ. എവിടുന്നാണ് ഇത് വരുന്നത് എനിക്കുവാൻ. I want to see the person, the source of that sound. എനിക്ക് കാണണം ഇത് എവിടുന്നാ വന്നതെന്ന്. Then he looked to him. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സംസാരിച്ച നാദത്തിന്റെ ഉടമയുടെ നിസ്തുലത കണ്ടു. എന്തൊക്കെ കണ്ടു? 1, 7 പൊൻനിലവക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. ആരാണ് ഈ മണവാളൻ? മണവാളൻ ഇപ്പോൾ എന്ത് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിത്യതയിൽ ആയിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു എങ്ങനെയാണ് ഇപ്പോൾ ആയിരിക്കുന്നതെന്ന് കണ്ട ഒരുത്തൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ്? 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ. സ്വർഗത്തിൽ നിലവിളക്കുണ്ടോ? നിലവിളക്കുണ്ട്, പൊൻനിലവിളക്കുണ്ട്. ഈ പൊന്നൊക്കെ ഇടാത്ത ആളുകൾ അവിടെ ചെന്ന് എന്തോ ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇല്ലയോ? സ്വർണം വേണ്ടെന്നൊക്കെ പറയുന്ന ചിന്തയുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ഭാര്യ എഴുപ്പിച്ചിട്ടുകൊണ്ട് പോകരുത്. അത്യാവശ്യത്തിന് മാത്രമേ ആകാം. 7 പൊൻനിലവിളക്കുകൾ. എന്നിട്ട് അതിൻ്റെ നടുവിൽ, സ്തോത്രം, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായ എന്റെ ആത്മമണവാളനെ കണ്ടു. നിലവിളക്കുകളുടെ നടുവിൽ എന്നാ ധരിച്ചിരിക്കുന്നത്? നിലയങ്കി. നിലയങ്കിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത്? ആരാണ് യേശു? ഇന്നവൻ എന്നെ വേളി കഴിക്കാൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എന്റെ യേശുനാഥൻ ആര്? The uniqueness of Jesus Christ, the risen Lord. നിലയങ്കി ധരിച്ചു. നിലയങ്കി ആരുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ്? നിലയങ്കി രാജാക്കന്മാരുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ്. ശൗലിന് നിലയങ്കി ഇല്ലേ? ഉണ്ടായിരുന്നു. നിലയങ്കി രാജാക്കന്മാരുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ ഒരുത്തൻ പോയി ഒരു രാജാവിന്റെ നിലയങ്കിയുടെ അറ്റം മുറിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് മനസ്താപമുണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ശമൂവേലിന്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. എന്താണെന്നറിയാം ഇതെല്ലാം എടുത്ത് വായിക്കാത്തത്? എന്റെ മുൻപിൽ സമയം ഓടിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, നിങ്ങൾ വരാതിരിക്കരുത്. അതിനുവേണ്ടി കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. വേഗം മുന്നോട്ട് പോയിക്കോളാം. ദൈവത്തിന് സ്തോത്രം. നിലയങ്കി രാജാവിന്റെ വസ്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിൽ നിൽക്കുന്നത് ആരായിട്ടാണ് നിൽക്കുന്നത്? രാജാവായിട്ടാണ് നിൽക്കുന്നത്. ആ രാജാവാണ് എന്നെ വെളിയടിക്കാൻ വരുന്നത്. അപ്പൊ ഞാൻ ആരാ? രാജാവാരെ? രാജ്ഞിയാണ്. മഴ വന്നാൽ പള്ളി പോകാത്ത പോവില്ല, കാരണം പുത്ത സാരിയാണ് കേടാകുന്നത്. മഴ വന്നാൽ പള്ളി എക്സ്ക്യൂസസ് ഒത്തിരി ഉണ്ട്. പള്ളി പാലും ആത്മീയ ശുശ്രൂഷകൾക്ക് ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ട്. നോക്ക്, നിന്റെ കണ്ണു തുറന്ന് നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. നിന്നെ വേളി കഴിക്കാൻ ആഗ്രഹിക്കുന്ന അരുമനാഥനാര്? അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. സ്തോത്രം. സ്തോത്രം പറയാത്ത എന്താ? മനസ്സിലാകത്തുള്ള
ആ രാജാവിന്റെ രാജ്ഞിയാകാൻ പോവാ ഞാൻ. ഒരു കളക്ടറുടെ ഭാര്യയായ എന്താ കേമ ഇല്ലേ? ഒരച്ഛന്റെ ഭാര്യയായ കൊച്ചമ്മമാരുടെ ഒരു ഗമ കാണണം. പിടിച്ച് സാറിന്റെ ഭാര്യയ്ക്ക് എന്നിട്ട് ഞാൻ പറയുന്നില്ല, എന്നിട്ട് ഞാൻ കണ്ടു വേറും പാവ അവിടെ ഉണ്ടല്ലോ അല്ലേ, വന്നിട്ടില്ലയോ? ഉണ്ട്. ഞാൻ പേരും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പാവത്താൻ എന്നെ മിക്കവാറും നമ്മുടെ സഹോദരിമാരൊക്കെ പാവത്തല്ല. എന്താ സഹോദരൻ എന്നെ നോക്കുന്നത്? ജെയിംസ് അച്ഛൻ ഇളകിയിരുന്ന കണ്ടോ? ഇത്രയും ദിവസം എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പോകാൻ സമയമാകുന്നു അതൊക്കെ ഞാനൊന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. വടി പറ്റിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയില്ല. അച്ഛനെ പറയത്തുള്ളൂ, നിങ്ങളെ പറഞ്ഞ എനിക്കൊരു പോകണ്ടേ? അച്ഛനെ പറയും. അവനാരാണ്? രാജാവാണ്. ഇനി നിലയങ്കി മറ്റൊരാളുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ മതി. ആരുടെയാ? പുരോഹിതന്റെ വസ്ത്രത്തിന്റെ ഭാഗമാണ്. മോശ മുഖാന്തരം പൗരോഹിത്യം ചരിത്രത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ മഹാപുരോഹിതന് നിലയങ്കി കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്ത ദൈവം. അപ്പൊ അത് പുരോഹിതന്റെ വസ്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ എന്നെ വേലി കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ അരുമനാഥൻ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവൻ ആര്? അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, പുരോഹിതന്മാരുടെ പുരോഹിതനാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പുരോഹിതനായിരുന്നില്ല. അവൻ പൗരോഹിത്യം നിഷേധിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. ലേവ്യ ഗോത്രത്തിലാണ് പൗരോഹിത്യമുള്ളത്. അതുകൊണ്ട് അവന് കിട്ടിയില്ല. പക്ഷേ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം സ്വർഗം അവന് പൗരോഹിത്യം കൊടുത്തു. ഇന്ന് ഭൂമിയിൽ അല്ല, സ്വർഗത്തിൽ അവൻ ആരാണ്? പുരോഹിതന്മാരുടെ പുരോഹിതനാണ്. 3, പ്രവാചകന്മാരുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ് മാറത്ത് പൊൻകച്ച. ദാനിയേൽ പ്രവചനത്തിൽ അത് നമുക്ക് വായിക്കാൻ സാധിക്കും. അരയ്ക്ക് ഊഫാസ്തംഗം അണിഞ്ഞു നിൽക്കുന്ന പുരുഷനെ കുറിച്ച് ദാനിയേലിന്റെ ദർശനമുണ്ട്. ഞാനത് വിസ്തരിക്കുന്നില്ല. ദാനിയേൽ പ്രവചനം ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വഴിയെ നിങ്ങൾക്കത് ശരിയായി വ്യാഖ്യാനിച്ച് കേൾക്കാനായിട്ട് സാധിക്കും, താമസിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിലരൊക്കെ അത് കേൾക്കുന്നുണ്ടല്ലോ, നന്ദി. യൂട്യൂബിൽ അത് കിടപ്പുണ്ട്, കേൾക്കണം, അത് മനസ്സിലാക്കണം, പഠിക്കണം. സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? അവൻ ആരാണ്? രാജാക്കന്മാരുടെ രാജാവ്, പിന്നെ പുരോഹിതന്മാരുടെ പുരോഹിതൻ, പിന്നെ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. എന്നാൽ നമ്മൾ പറഞ്ഞ എന്താ? യേശു യോനയിലും വലിയവൻ, യേശു ശലോമോനിലും വലിയവൻ. അതിന്റെ കണ്ടിന്യൂഷൻ ആയി സ്തോത്രം. അവൻ ആര്? അവൻ രാജാക്കന്മാരുടെ രാജാവ്, പുരോഹിതന്മാരുടെ പുരോഹിതൻ, പ്രവാചകന്മാരുടെ പ്രവാചകൻ. അവനാണ് ഇത്രയും ശ്രേഷ്ഠതയുള്ളവനാണ്. എന്നെ വേളി കഴിക്കാൻ അധികം താമസിക്കാതെ മധ്യാകാശം പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അവൻ നമ്മളോട് പറയുന്നത് എന്നാണ്? അവൾക്ക്, ആർക്ക്? മണവാട്ടിക്ക് ശുദ്ധവും ശുഭ്രമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. ആ 2 കാര്യങ്ങൾ ചുരുക്ക വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. സത്യചിത്രം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്തായിരിക്കണം? ശുദ്ധയായിരിക്കണം. എന്താണ്? ശുദ്ധയായിരിക്കണം. സഭ വിശുദ്ധയായിരിക്കണം. ആ വിശുദ്ധിക്കുള്ള വഴി എന്താണ്? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് എന്താണ്? പറ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണത്തിന് വേറെ വഴിയില്ല. ശുദ്ധീകരിക്കാൻ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ രക്തത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മുമ്പേ നമ്മൾ വായിച്ചതായിരിക്കുന്ന റഫറൻസ് എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആ പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. മനസാക്ഷിയുടെ നിർജീവത്വം പോക്കി ശുദ്ധീകരിക്കുകയാണ് കുഞ്ഞാടിന്റെ രക്തം. അങ്ങനെ കുഞ്ഞാടിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയനെ എതിരേൽക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ഇതിന്റെ കാരണം എന്താണ്? എന്റെ ദൈവമായ
കർത്താവ് വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. ഏത് പാട്ടാണ്? ഇപ്പൊ നിങ്ങൾ എന്നോട് വരുന്നത്. ഇന്നലെ ഇല്ലായിരുന്നു, ഇപ്പൊ വരുന്നത്. ഇത് പാടാമെന്നുണ്ട്. ഞാനൊരു നോട്ടിലുണ്ട് പാടാൻ അല്ലേ? പാടാം നമുക്ക്. വിശുദ്ധിയെ തികച്ചുന്ന താമസം ഏറെയില്ല. വിശുദ്ധിയെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരു തീരാം തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരു തീരാം മാലിന്യപ്പെടുത്തിടാനോടിടുക. മണവാളൻ വരവെട്ടമടുത്തു പോയി. മാലിന്യപ്പെടുത്തിടാനോടിടുക. മണവാളൻ വരവെട്ടമടുത്തു പോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം. ഒരു നീരാം മണിയറയിൽ പോയി നാം ആശ്വസിക്കാം. ഒരു നീരാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിയിരിക്കാം. പ്രിയപരമനിൽ താമസമേറെയില്ല. ലേവ്യ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. കാരണം എന്ത്? സ്വർഗം വിശുദ്ധമാണ്, തൃത്വം വിശുദ്ധമാണ്, പിതാവ് പുത്ര പരിശുദ്ധാത്മാ വിശുദ്ധമാണ്. ആ വിശുദ്ധ തൃത്വത്തോടൊത്ത് വിശുദ്ധ സ്വർഗത്തിൽ നിത്യത പങ്കുവെക്കാനാവണമെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന മണവാട്ടിയെ നീ ശുദ്ധയായിരിക്കണം. മെമ്പർഷിപ്പ് കൊണ്ടിട്ട് കാര്യമില്ല, പള്ളിയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, മാമോദിസ മുങ്ങിട്ട് കാര്യമില്ല. പിന്നെ എന്ത് വേണം? യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ പാപത്തിന്റെ കുറ്റം ദൈവം ക്ഷമിച്ചു തരും. അങ്ങനെ ഒരു വാക്യം ഉണ്ടോ? ഉണ്ടോ? എവിടെ? റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായം. ഇങ്ങനെ വെച്ച വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ വേണം. പിന്നെ തവണ വായ് കൊണ്ട് നമുക്ക് വിശ്വാസമുണ്ട്. ഹൃദയം കൊണ്ട് ആരും കാണത്തില്ല, പക്ഷെ കാണുന്നത് എന്തുവാ? കൊണ്ട് ആയുസ് കിട്ടത്തില്ല, ഒരു സ്വത്രവും പറ്റില്ല, ഒരു അഞ്ജലിയെ പറ്റില്ല. യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പരസ്യമായിട്ട് പറയത്തുമില്ല. വിശ്വാസമുണ്ടോ? ഒന്ന്. പിന്നെ വിശ്വാസം എവിടെ ഇരിക്കില്ല? ഇവിടെ ആയിരിക്കില്ല, അകത്തിരിക്കുക. പക്ഷെ ഉണ്ടെങ്കിൽ എന്ത് വേണമെന്ന് എഴുതിയിരിക്കുന്നത്? നാവുകൊണ്ട് ഏറ്റു പറയണം. ഈ ഇന്നർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടെന്നുള്ളതിന്റെ റിഫ്ലക്ഷനാണ് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നത്. അത്തരം കൊണ്ട് ഏറ്റു പറയുന്നത് എന്താണ്? യേശുവേ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അങ്ങ് ക്രൂശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരണമേ. ഈ നമ്മുടെ കൺഫെഷൻ ഉണ്ടല്ലോ, ക്രിസ്തുവാനിക്ക് മുമ്പുള്ള കൺഫെഷൻ. ആ കൺഫെഷൻ സത്യത്തിൽ സഭയുടെ ശക്തമായ ഒരു പഠിപ്പിക്കുകയാണ്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. വിചാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഞാൻ, അത് ആത്മാർത്ഥമായി പറഞ്ഞാൽ മതി. ദൈവം നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരും. അത് എപ്പോഴെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? എത്ര പേർക്ക് ധൈര്യമുണ്ട്? യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിച്ച് ഞാൻ പാപക്ഷമ പ്രാപിച്ചിരിക്കുന്നു. അതാണ് മണവാട്ടിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൾക്ക് ശുദ്ധമായിരിക്കുന്ന വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഇനിയും മറ്റൊരു യോഗ്യതയുണ്ട്, ശുദ്ധവും ശുഭ്രമായി. രണ്ടും ഒന്നാണോ രണ്ടാണോ? രണ്ടാണ്. എന്താ ശുദ്ധവും ശുഭ്രവും? ഈ മണവാട്ടി ധരിക്കേണ്ട വസ്ത്രമായത് ശുദ്ധവും ശുഭ്രവും, അല്ല വേറൊരാളല്ല, ഒരേ വ്യക്തി തന്നെ ധരിക്കേണ്ട വസ്ത്രമായത് ശുദ്ധവും ശുഭ്രവും. പഴക്കുന്നില്ല. കുഞ്ഞോട് കൊച്ചമ്മ അലക്കി ഉണക്കി സെമിനാരിൽ പോകുന്നതിന് മുമ്പ് തേച്ച് മടക്കി വെച്ചിട്ട് പറഞ്ഞു, ഹലോ മൈ ഡാർലിംഗ്, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നാളെ എന്നിട്ട് തിട്ടോണം കേട്ടോ, നാളത്തേക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് പറയുമോ? ശുദ്ധമാണ്. എന്റെ ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പും ശുദ്ധമാണ്. കാരണം എൻ്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ അത് കഴിയും. ഭാര്യയുടെ ചുമതല അത് കഴിയും. തമിഴ്നാട്ടുകാരൻ വന്ന് തേച്ചു, എന്റെ ഷെൽഫിനകത്ത് കൊണ്ട് അടുക്കി വെച്ചു, പോരാ നെല്ലാണ് പറഞ്ഞുകൊണ്ട് പോരുന്നു. തത്വത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വസ്ത്രം ശുദ്ധമാണ്. പക്ഷേ എന്റെ വസ്ത്രത്തിൽ നിന്ന് ഈ വസ്ത്രത്തിനൊരു വ്യത്യാസമുണ്ട്. അതാണ് വേർപാട്. രണ്ടും തത്വത്തിൽ വിശുദ്ധമാണ്. പക്ഷേ എന്റെ വസ്ത്രം വിശുദ്ധമാണ്, പക്ഷേ അച്ഛന്റെ വസ്ത്രം വിശുദ്ധവുമാണ്, ശുഭ്രമാണ്. എന്ന് പറഞ്ഞാൽ അത് വേർപെട്ടതാണ്. ഇത് വെറുതെ ഇട്ടിരിക്കുന്നതല്ല, ഇതൊരു സെറിമോണിയൽ പ്രതിനിധിയാണ്, റെപ്രസെന്റേഷനാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനായിട്ടുണ്ട്. ക്ലർജിയാണ്, പുരോഹിതനാണ്, പുരോഹിത ധർമ്മം നിർവഹിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരുവനെന്നുള്ളതിന്റെ നിദർശനമാണ് ഇത്. അത് ശുദ്ധവുമാണ്, ശുഭ്രവുമാണ്. അതുപോലെ കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. പാടുന്നതായ സഭ, ഇത് പാടുന്നതായ മണവാട്ടി ശുഭ്രയായിരിക്കണം. രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചു, ദൈവവേദനായി ശുദ്ധീകരണം പ്രാപിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല, പിന്നെ ഈ ലോകത്തിൽ ഒരു വേർപെട്ട ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടായിരിക്കണം, ഒരു വേർപെട്ട ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ലോക മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. You are not supposed to do what other people do. You are different. വേർപെട്ടതെന്നതിന് ദൈവവചനം കൊടുക്കുന്ന പദം ഹാഗിയോസ്, ടു ബി ഡിഫറെന്റ്, തികച്ചും വ്യത്യസ്തരാണ്. നമ്മൾ ലോക മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരല്ല. ലോക മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ നമുക്ക് അവകാശം ഇല്ല. ലോക മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ഭാഷ വേർപെട്ടത്, നമ്മുടെ സംസാരം വേർപെട്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേർപെട്ടത്, കൊടുക്ക വാങ്ങൽ വേർപെട്ടത്, ഭക്ഷണക്രമം വേർപെട്ടത്, നമ്മുടെ ഡ്രസ്സിന്റെ പാറ്റേൺ അത് വേർപെട്ടത്. അന്നോ വേർപെട്ടതായിരിക്കും. ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. എന്താണ് ഈ വേർപെട്ടതെന്ന് പറഞ്ഞാൽ, ഡൽഹി ബഥേൽ മാർത്തോമ ചർച്ചിലെ കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ 3 വർഷമായി അവിടെ ഞാൻ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ 4 ദിവസമാണ്. 3 ദിവസത്തെ കൺവെൻഷൻ, 3-ാം ദിവസത്തെ കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് ധാരാളം പേര് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, ഒത്തിരി ഉന്നതന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. വളരെ ഫുൾ സൂട്ട് അണിഞ്ഞ ഒരു മനുഷ്യൻ ഈ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും ഉണ്ട്. 3-ാം ദിവസം ഭക്തന്റെ ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, അതായത് പ്രസംഗ വിഷയം, ദൈവരാജ്യത്തിന്റെ ജീവിതശൈലി. അപ്പോൾ ഞാൻ ഈ ചില കാര്യങ്ങൾ ഉദാഹരിക്കേണ്ടതായിട്ട് വന്നു.
അക്കൂട്ടത്തിൽ ഉദാഹരിച്ചതാണ് സി.ടി. വേണുഗോപാൽ. കേട്ടിട്ടുണ്ടോ? സി.ടി. വേണുഗോപാൽ. പേര് കണ്ടെത്താൻ ഹിന്ദു ആണെന്ന് തോന്നുന്നു, പക്ഷേ ഹി ഈസ് മോർ ദാൻ എ ക്രിസ്ത്യൻ. സി.ടി. വേണുഗോപാൽ അദ്ദേഹം റവന്യൂ ബോർഡ് മെമ്പറും ഒക്കെ ആയിരുന്നു. ഉന്നതമായ സ്ഥാനത്ത് പ്രവർത്തിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ഞാൻ എന്നോട് പറഞ്ഞത്. എന്താണ് വേർപാടെന്ന് പറഞ്ഞാൽ അർത്ഥം? വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തതകളുടെ നടുവിൽ വ്യത്യസ്തരായിരിക്കുക, വൈവിധ്യങ്ങളുടെ നടുവിൽ വ്യത്യസ്തനായിരിക്കുക. ഇത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ റെയിൽവേ പ്രോപ്പർട്ടി ഡിവിഷൻ നടക്കാൻ പോകുന്നു. അപ്പോൾ നെഹ്റു ഒരു പ്രപ്പോസൽ വെച്ചു, നമുക്കിത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞു നോ, ഇറ്റ്സ് ഇംപോസിബിൾ, സാധ്യമല്ല. അടുത്തൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു, അതും അവർ അംഗീകരിച്ചില്ല. മൂന്നാമതൊരു പ്രപ്പോസൽ കൊണ്ടുവന്നു, അതും അംഗീകരിച്ചില്ല. അപ്പോൾ നെഹ്റു ചോദിച്ചു, ഇനി നിങ്ങൾ പറ എന്താ വേണ്ടി? അപ്പോൾ ഒരു ശത്രു രാജ്യത്ത് നിന്നുകൊണ്ടൊരു ശത്രു രാജ്യത്തിൻ്റെ പ്രതിനിധി നെഹ്റുവിനോട് പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ ഒരു ക്രിസ്ത്യാനിക്ക് ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അംഗീകാരമാണ്. സി.ടി. വേണുഗോപാൽ സാർ എന്ത് പ്രപ്പോസൽ കൊണ്ടുവന്നോ, ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഫോർ അസ്. അദ്ദേഹം സി.ടി. വേണുഗോപാൽ സാറിനെ വിളിച്ചു. ഇങ്ങനെയാണ് അവർ പറയുന്നത്, സാറിന് പ്രപ്പോസൽ കൊണ്ടുവരണം, എത്ര അഡ്വക്കേറ്റ്സിനെ വേണമെങ്കിലും ഞാൻ തരാം, എത്ര സിഎക്കാരെ വേണമെങ്കിലും ഞാൻ തരാം. ഉടനെ വേണുഗോപാൽ സാർ നെഹ്റുവിനോട് പറഞ്ഞ മറുപടി, എനിക്ക് അധികം ആളുകളുടെ ആവശ്യമില്ല, കാരണം എൻ്റെ കൂടെ ഒരു നല്ല അഡ്വക്കേറ്റ് ഉണ്ട്. അതാരാ? നെഹ്റു മനസ്സിലായില്ല അഡ്വക്കേറ്റ് ആരാണെന്ന്. അദ്ദേഹം പറഞ്ഞു, യു കനോട്ട് സീ ഹിം, ദാറ്റ് ഈസ് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ്. അദ്ദേഹം ഏകാക കമ്മീഷനായിട്ട് നിയമിതനായി. അദ്ദേഹം കൊണ്ടുവന്ന പ്രപ്പോസലാണ് സ്വീകരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ റെയിൽവേ പ്രോപ്പർട്ടി ഡിവിഷൻ നടന്നത്. ഇവിടെ ഇരിക്കുന്ന ജോർജ് സാറ് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജ് കഴിഞ്ഞു, അദ്ദേഹം ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തു. ഹഗ് ചെയ്ത ശേഷം പറഞ്ഞു, ആബ്സല്യൂട്ട്ലി റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് അക്ഷരികമായി ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തോട് കൂടെ ജോലി ചെയ്ത ആളാണ് ഞാൻ. ജോർജ് എന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തോട് കൂടെ ജോലി ചെയ്ത ആളാണ് ഞാൻ. ഓഫീസ് ടൈമിൽ ഓഫീസിലെ പേന കൊണ്ട് ഓഫീസിലെ കടലാസ് ഉപയോഗിച്ച് ഒരു പേഴ്സണൽ ലെറ്റർ പോലും ക്രാഫ്റ്റ് ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു സി.ടി. വേണുഗോപാൽ സാർ. അദ്ദേഹം ലോകത്തോട് യാത്ര പറയുന്നത് CMC വെച്ചാണ്. അന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് കവിയൂരുള്ള AC ഉമ്മനച്ചൻ, നമ്മുടെ CSI ചർച്ചിലെ AC ഉമ്മനച്ചൻ. അച്ഛനോട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ധന്യനായ ഒരു മനുഷ്യൻ, എന്തൊരു മാതൃക. പ്രസംഗമൊന്നും നീ വേണ്ട, ലൈഫ് സ്റ്റൈൽ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സ്റ്റൈൽ അത് ഇമ്പോർട്ടൻറ്റ്. വേർപെട്ട ജീവിതം, ടു ബി ഡിഫറെൻറ്റ്. നീ ഒരു ദൈവവൈദ്യനാണെങ്കിൽ ആ ഓഫീസിനോട് പറയണം, യെസ് നീ ഒരു ദൈവവൈദ്യന. ഒന്നും പറയണ്ട, യേശുവിനെ കുറിച്ച് ഒന്നും മിണ്ടേണ്ടതില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. Your presence itself, that will be a blessing for them. ആ സ്ത്രീ ഇവിടെ ഉള്ളത് എനിക്കൊരു അനുഗ്രഹമാണ്, ആ പുരുഷൻ ഇവിടെ ഉള്ളത് എനിക്കൊരു അനുഗ്രഹമാണ് പറയാൻ സാധിക്കും. ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷാവസ്ഥ. നമ്മുടെ മാർത്തോമാ സഭയിലൊരു ബഹുമാനിക്കുന്ന പട്ടക്കാരനുണ്ട്, C. എബ്രഹാമച്ചൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുറിയിൽ പ്രസംഗിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ മകനായി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് വന്ന് പറഞ്ഞു, സത്യമാണ്, ആ പറഞ്ഞ സത്യമാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളോടൊപ്പം കുടുംബത്തോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്ത് വരികയാണ്. യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ഇളയ മകന് 11 വയസ്സ് പ്രായമായി. യാത്രയുടെ മധ്യത്തിൽ വെച്ച് അവന് 12 വയസ്സിലേക്ക് പ്രവേശിച്ചു. TT വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാത്ര ആരംഭിക്കുമ്പോൾ എൻ്റെ മകന് ഹാഫ് ടിക്കറ്റിൻ്റെ പ്രായമുണ്ടായിരുന്നു. ഇന്നലെ അവൻ ഫുൾ ടിക്കറ്റിന് ക്വാളിഫൈ ആയി. അതുകൊണ്ട് ഇതാ ബാക്കി ടിക്കറ്റ് എനിക്ക് എഴുതി തരിക. ആ TT ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ?
ടു ബി ഡിഫറെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മകൻ കുറിയുന്നുണ്ട്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അയ്പ്പച്ചനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അയ്പ്പച്ചനുണ്ടല്ലോ, അയ്പ്പച്ചനുണ്ടായിരുന്നു. അയ്പ്പച്ചൻ്റെ പള്ളിയിലാണ് ഞാൻ അവിടെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചത്. അയ്പ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു സത്യം ശരി. അപ്പോഴേ മോന് എന്ന് പറഞ്ഞു എൻ്റെ അപ്പായുടെ കാര്യമാണ് പറഞ്ഞത്. മക്കളെ മതി, നിങ്ങളെ ഇങ്ങനെ പറയാൻ കഴിയട്ടെ. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഇത്തിരി പ്രസംഗങ്ങളൊന്നും ചെയ്യണമല്ലേ. Be a child of God. Your silent presence, it speaks louder than what you say. What you are speaks louder than what you say. നീ എന്തായിരിക്കുന്നു, നീ ആരായിരിക്കുന്നു എന്നുള്ളത് ഉച്ചത്തിൽ ലോകത്തോട് സംസാരിക്കും. അവൾക്ക് ശുദ്ധവും ശുഭ്രമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കിനെ അവസാനിപ്പിക്കാൻ പോവാ. നാളെ ആരാധന എത്രയ്ക്കുണ്ട് അല്ലേ? അതിന് പറഞ്ഞ നോട്ട കണ്ടാലൊക്കെ എനിക്കറിയാം. എൻ്റെ ബ്രദർ, ഞങ്ങൾ 4 പേരാണ് മക്കൾ. എൻ്റെ സിസ്റ്ററിനെ ലീലാവയ്ക്കറിയാം. ആ സിസ്റ്ററിൻ്റെ താഴെയുള്ള ഒരു ബ്രദർ, അവൻ എഞ്ചിനീയർ. GDC എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായി, അതൊക്കറിയാം, ഗവൺമെൻറ് എൻക്വയറി കമ്പനി. ആ കമ്പനിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. ഇതിൻ്റെ കൂടെ വേറെ ഒത്തിരി എഞ്ചിനീയേഴ്സ് ഉണ്ട്. പ്രത്യേക ക്യാബിനും അങ്ങനെ വലിയ ഇതൊക്കെ കൊടുത്ത് വലിയ പോസ്റ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഇഷ്ടം പോലെ കാശുണ്ടാക്കാം. അത് അങ്ങനെ ഇരുന്നിട്ടുള്ള ആൾക്കറിയാം. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരും. എൻ്റെ ബ്രദർ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ബില്ല് മാറുള്ളൂ. ഒപ്പിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കിട്ടും. ഞങ്ങളുടെ സാമ്പത്തിക നില അദ്ദേഹത്തിനറിയാം. വാങ്ങിക്കാൻ അർഹതയുണ്ട്. പക്ഷേ അവനെ ജോലിക്കായിട്ട് പറഞ്ഞയച്ചപ്പോൾ പാലക്കാട് ഞാൻ വേല ചെയ്യുന്ന സന്ദർഭത്തിലാണ് അവനെ ജോലിക്കാട്ടായി എന്ന് പറഞ്ഞിട്ട് ഇവനെ അന്യായമായ 10 പൈസ നീ ഒരിക്കലും വാങ്ങിക്കേണ്ടതാണ്. അവനത് ആക്ഷരികമായിട്ട് നിർമ്മിച്ചു. പല ആളുകൾ അവന് ഇഷ്ടംപോലെ പണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സബ് കോൺട്രാക്ടേഴ്സ് വന്നിട്ട് ബില്ല് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഡിസ്പ്ലേ ചെയ്യാം, അദ്ദേഹം സൈൻ ചെയ്യണം. ഞാൻ അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ചെന്നു. നാഗ്പൂർ കൺവെൻഷന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈറ്റ് കാണാൻ പോയി. എനിക്കൊരാഗ്രഹം, എൻ്റെ ബ്രദറിന് സൈറ്റൊക്കെ കാണണം. അപ്പോൾ ഞാൻ നോർത്തിലൊക്കെ പോകുന്ന പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ പോകുന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടെങ്കിൽ അറിയണം. അതുകൊണ്ട് പാൻറ്റും ഉടുപ്പും അതുകൊണ്ട് കിട്ടും, എല്ലാം ചോദിച്ചു തരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഞാൻ വരുന്ന അറിഞ്ഞാൽ വരും. ഭോപ്പാൽ വന്നപ്പോൾ ഭോപ്പാൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവരെല്ലാം കൂടെ ഭോപ്പാൽ വരും. അപ്പോൾ നാഗ്പൂരിൽ പ്രസംഗിച്ച നമ്മുടെ മാർത്തമ ചർച്ചിൽ ജോർജ് എബ്രഹാം അച്ഛൻ അവിടെ വികാരിയായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രസംഗിക്കാൻ പോയാൽ അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എൻ്റെ ബ്രദർ ഇവിടെയുണ്ട്, നിപ്പോൺ റെൻഡോ എക്സ്പാൻഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വർക്ക് സൈറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പോകാം. അച്ഛൻ എന്നെ കൊണ്ടുപോയി. ഞാനവിടെ ചെന്ന് വലിയ ക്യാമ്പിനാണ് 14-20 എഞ്ചിനീയർമാർ രാവിലെ വന്നിരിപ്പുണ്ട് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ബെടാ ബായ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ ആളുകളൊക്കെ സന്തോഷം കാണും. നമസ്തേ നമസ്തേ. ഞാനാണ് നമസ്തേ നമസ്തേ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ സൈറ്റ് എഞ്ചിനീയറുണ്ട് ഒരു ചൗധരി ഇപ്പോഴും ചൗധരി പറയുന്നു. അയാൾക്ക് മലയാളം ഹിന്ദിയോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. I have never seen a Christian like your brother in my life. I have never seen a Christian like your brother in my life. അവൻ എന്തോ ചെന്നെന്ന് ഞാൻ ചോദിച്ചു. That's not what I mean. പ്രിയപ്പെട്ടവരെ, അവർക്ക് ശുഭ്രവും വിശേഷ വസ്ത്രം ധരിപ്പാൻ ലഭിച്ചിരിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ടവരായി വേർപെട്ട ജീവിത ശൈലി പാലിച്ചുകൊണ്ട് ഈ പ്രദേശത്ത്, ആവടി ദേശത്ത് നമ്മൾ അന്യരാണ്. ബഹുഭൂരിപക്ഷം മറ്റ് വിശ്വാസികളാണ്. ഇതിന്റെ നടുവിൽ ജീവിക്കാൻ ആവുമെങ്കിൽ നാം അധികം താമസിക്കാതെ പള്ളി പൊളിച്ചു പണിയേണ്ടി വരും. ആളുകൾ ആകൃഷ്ടരാകും. നിങ്ങളുടെ ആരാധനയിൽ എന്തോ മഹത്വമുണ്ട്, തേജസ്സുണ്ട്, ശക്തിയുണ്ട് എന്ന് പറയാനായിട്ട് ഇടയായിത്തീരും.
കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. We are designed for it. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. We are designed for it. We are recreated in Christ for it. We are designed for it. Redesigned for it. Yes. കർത്താവേ, അങ്ങ് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ജീവിത ശൈലിയുടമയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പ്രിയൻ വാനിൽ വരാറായി. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. യേശു വരാറായി. അവന്റെ വരവിന്റെ മാറ്റൊലി കേൾക്കുന്നു ചുറ്റിലും. ആരും വേണ്ടി ചോദ്യം അതാണ്. അത് ചോദിക്കാൻ ഈ വർഷം ദൈവം എന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ചോദിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. I am obliged to ask you this. Are you ready to go with him when he comes in glory? അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ are you ready to go with him? ഞാൻ അതിന് ഒരുക്കമുള്ളവനാണ്. ഇന്ന് രാത്രിയിലാണ് തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ വൃതന്മാരെ തന്നരികിൽ ചേർക്കാൻ അരുവനാഥൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവനെ എതിരേൽക്കുന്ന ഗണത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു, ഞാൻ ഉണ്ടായിരിക്കും. ജെയിംസ് അച്ഛൻ പറയുന്നു, ഉണ്ടായിരിക്കും. കുഞ്ഞോട് അച്ഛൻ പറയുന്നു, ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കും? ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എൻ്റെ മണവാട്ടിയായി ഞാനും ചേർക്കപ്പെടും. സ്തോത്രം. ആ ഉറപ്പുള്ള പ്രത്യാശയുള്ള ദൈവമക്കളെ സ്തോത്രം പറഞ്ഞിട്ട് കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ഥലത്ത് നമുക്ക് എഴുന്നേൽപ്പിക്കാം. സ്വർഗം നമ്മുടെ പ്രതിഷ്ഠയും തീരുമാനത്തെയും കാണുക. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ എന്നൊരു പാട്ടറിയാം. ആ പാട്ട് ഒരു ചരണം നമ്മളെല്ലാവരും കൂടെ പാടി പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കൂടെ നമ്മൾ സമർപ്പണമായിട്ട് പാടാം. പ്രിയൻ വരും, യാതൊരു സംശയമില്ല. അധികം താമസിക്കില്ല. നമ്മുടെ കാലത്ത് തന്നെ പ്രിയൻ വരും. യെരുശലേം ദേവാലയത്തിന്റെ പണി മിക്കവാറും ആരംഭിക്കേണ്ട സമയമായി. ചുറ്റുപാടും ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പ്രിയൻ വരാറായി. നമുക്ക് അവന് വേണ്ടി ഈ ലോകത്തിൽ വിശുദ്ധിയോടെ വേർപെട്ടവരായി ജീവിക്കാം. ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ആമേൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ വിപ്ലവീരരിൽ കാണുന്ന അന്നാളിൽ പ്രിയൻ വരുവാൻ. ആമേൻ. ചേരുന്ന കാണുന്ന അന്നാളിൽ പ്രിയൻ വരുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ നടുവിൽ അങ്ങ് വന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തുതിക്കുന്നു. സഭയെ വെളിയെടുപ്പാൻ ഞങ്ങളുടെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവേ, സ്തോത്രം. നീ രാജാക്കന്മാരുടെ രാജാവാണ്. നീ പുരോഹിതന്മാരുടെ പുരോഹിതനാണ്. നീ പ്രവാചകന്മാരുടെ പ്രവാചകനാണ്. ഇത്രയും വലിയ കർത്താവിനെ ഞങ്ങളുടെ സ്വന്തമായി കിട്ടാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. സ്തോത്ര കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിച്ചല്ലോ അവിടുത്തെ രക്തത്താൽ. മാറ്റമല്ല
ഞങ്ങൾ വേർപെട്ടവരായി ജീവിക്കാൻ, ഞങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റമുണ്ടാകുവാൻ കർത്താവേ സഹായിക്കണമേ. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, ക്ഷമിക്കണമേ. ഒരിക്കൽ കൂടെ തൃപ്പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തൃക്കരങ്ങളിൽ കൊച്ചു ജീവിതത്തിന്റെ ശിഷ്ടയായി സമർപ്പിക്കുന്നു കർത്താവേ. സമർപ്പണമുള്ള, ഒരുക്കമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കെല്ലാം അവിടുന്ന് തുണയാകണമേ. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. ഇരുന്നാണ്. താങ്ക് യു വെരി മച്ച്.